പ്രൈസ് ദി ലോർഡ് എവരിവൺ. ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഫിയർ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാനാണ്. അപ്പം ഇതിൻ്റെ മെയിൻ റീസൺ, ഇതിൻ്റെ ഒരു കൾപ്രിറ്റ്, റൂട്ട് കോസ് എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ആങ്സൈറ്റി, ഫിയർ, ഓവർ തിങ്കിങ്, പാനിക് അറ്റാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൂടുതലാണ്. ഞാനും അതിലൂടെ തന്നെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതിനകത്ത് അതിൻ്റെ മെയിൻ കൾപ്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് വൂണ്ട്സ് ആൻഡ് ഹേർട്സ് ആണ്. വി ഓൾ ആർ ഇൻ വൺ വേ ഓർ അതർ വേ ആർ വൂണ്ടഡ്. നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെല്ലാവരും വൂണ്ടഡ് ആൻഡ് ഹേർട്ടഡ് ആണ്. വാട്ട് ഐ മീൻ ഹിയർ ഈസ് അബൌട്ട് ഇൻറ്റേർണൽ വൂണ്ട്സ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എക്സ്റ്റേണൽ വൂണ്ട്സ്, ബട്ട് ഇറ്റ്സ് അബൌട്ട് ഇൻറ്റേർണൽ വൂണ്ട്സ്. ഇൻറ്റേർണൽ വൂണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിനേറ്റ മുറിവുകളാണ്. അത് നമ്മുടെ ബേബി സ്റ്റേജ് തൊട്ട് തന്നെ തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞ ചില വാക്കുകളായിരിക്കും നമ്മളെ വോണ്ട് ചെയ്തത്, നമ്മളെ ഹേർട്ട് ചെയ്തത്. ചിലപ്പം അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ വാക്കുകളായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അഡൾട്ട്ഹുഡിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ചിൽഡ്രൻ, നമ്മുടെ പിള്ളേർ നമ്മളോട് പറയുന്ന വാക്കുകൾ, അങ്ങനെ നമ്മുടെ പാരൻസ്, ഇങ്ങനെ പല രീതിയിലും പല ആൾക്കാരും നമ്മളോട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ മുറിവുകളായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ഉള്ളിൽ അതൊരു ഹേർട്ടായിട്ട് കിടപ്പുണ്ട്. അതിതുവരെയും ഹീലായിട്ടില്ല. അപ്പം ഈ വൂണ്ട്സ് ആൻഡ് ഹേർട്സ് പലരും പല രീതിയിലാണ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ ഈ വൂണ്ട്സ് ആൻഡ് ഹേർട്സ് ഉള്ളവർ, അവർക്ക് ഭയങ്കരമായിട്ടും ആങ്സൈറ്റി വരും ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ നേരത്ത്. ചിലർക്ക് ആ സിറ്റുവേഷനിൽ അവർ പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കും. ചിലർ അതേ രീതിയിൽ തന്നെ മറ്റുള്ളവരോട് ഷാർപ്പായിട്ട് സംസാരിച്ച് മറ്റുള്ളവരെ വൂണ്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അവരോട് ആര് സംസാരിച്ചാലും അവർ വൂണ്ടഡ് ആവും, അവർ ഹേർട്ട് ആവും. ബിക്കോസ് അവർ അതുപോലെ ഷാർപ്പായിട്ടുള്ള വേർഡ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അവർ തിരിച്ച് വൂണ്ട് ചെയ്തുകൊണ്ടാണ് അതിനെ ഓവർകം ചെയ്യുന്നത്, അല്ലെ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത്. ചിലർ ഭയങ്കരമായിട്ടും ഡിപ്രസ്ഡ് ആയി പോകും, ചിലർ ആങ്ഷ്യസ് ആകും, ചിലർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകും ആ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ച്. അപ്പം ഇങ്ങനെ പല രീതിയിലാണ് പലരും ആ സിറ്റുവേഷനെ, അല്ലെങ്കിൽ ഈ വൂണ്ട്സ് ആൻഡ് ഹേർട്സിനെ എക്സിബിറ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ. പിന്നെ ചിലർ ആ സിറ്റുവേഷന് ഭയങ്കരമായിട്ട് ആംഗ്രി ആകും, ഭയങ്കര ആങ്കർ കൊണ്ടായിരിക്കും അവരതിനെ ദേഷ്യപ്പെട്ടായിരിക്കും അതിനെ നേരിടുന്നത്. ചിലർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്ത് വന്നാലും അവരുടെ കൂടെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ അവരുമായിട്ട് ജോലി ചെയ്യുന്നവർ, അവരുടെ ആ സിറ്റുവേഷനിൽ അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന ആരാണോ ഇവരുടെ ഈ സിറ്റുവേഷൻ കാരണം സഫർ ചെയ്യേണ്ടി വരും. അത് പാർട്ട്ണറായിരിക്കാം, ചിലപ്പോൾ കൊളീഗ് ആയിരിക്കാം, ചിലപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം ഇവരുമായിട്ട് ഡീൽ ചെയ്യുന്നവരെല്ലാം ഈ ബിഹേവിയർ സഹിച്ചേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് സിറ്റുവേഷൻ ആങ്സൈറ്റി ആയിട്ടാണ് വന്നത്. അപ്പം ഈ ആങ്സൈറ്റിയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തത്? അല്ല, ഞാൻ ഓവർ തിങ്ക് ചെയ്യുമായിരുന്നു, പിന്നെ ഞാൻ ആങ്ഷ്യസ് ആകുമായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്തതെന്ന് പറയാം. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. ഒന്നുകിൽ നമുക്ക് ടെമ്പററി ഡിസ്ട്രാക്ഷൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വഴി ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് ദൈവത്തിൻ്റെ വഴിയാണ്, ഗോഡ്സ് വേ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഫിലിപ്പിയൻസ് 4 ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കിടക്കുന്നത്. അതായത് ഫിലിപ്പീൻസ് 4 പറയുന്നുണ്ട് നമ്മളെങ്ങനെയാണ് നമ്മുടെ ആങ്സൈറ്റിയെ ഓവർകം ചെയ്യുക എന്നുള്ളത്. അപ്പം ഫിലിപ്പീൻസ് 4 ഡെയിലി നമ്മൾ ഉറക്കെ വിശ്വാസത്തോടെ വായിക്കുക. അപ്പം ഫിലിപ്പീൻസ് 4 അതായത് 4:4 ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. അപ്പം എങ്ങനെയാണ് ലോർഡിൽ സന്തോഷിക്കേണ്ടത്? അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചിരിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെന്തിനാണ് ഈ ആങ്സൈറ്റിയും ഈ ഫിയറും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നത്? നമ്മുടെ പാസ്റ്റ് വൂണ്ട്സ് കൊണ്ടാണ്. അപ്പം കർത്താവിൽ എപ്പോഴും നമ്മൾ സന്തോഷിക്കാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. 6th വേഴ്സ് പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് പിന്നെ നമ്മൾ ആങ്ഷ്യസ് ആയി, പാനിക്കായി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമ്മളത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. നമ്മൾ പൂർണ്ണമായിട്ടും ആ വിഷയം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആദ്യം എന്ത് റിക്വസ്റ്റുമായിട്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ ഒന്ന് നന്ദി പറയണം ദൈവത്തിന്. ദൈവം നമുക്ക് ശ്വസിക്കാനായിട്ട് നല്ല വായു തന്നു, എയർ തന്നു. നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവം നമുക്ക് നല്ല ആരോഗ്യം തന്നു, നല്ല സൗന്ദര്യം തന്നു, ദൈവം നമുക്ക് നല്ല ജോലി തന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ, നല്ല മാതാപിതാക്കൾ, നല്ല സിബ്ലിങ്സ്, എന്തെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ അതിനെല്ലാം ദൈവത്തിന് അങ്ങ് നന്ദി പറയണം. നല്ല പാർട്ട്ണർ തന്നു, എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. നന്ദി പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടത് തന്നെ. എൻ്റർ ഹിസ് ഗോഡ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നന്ദി പറയും, താങ്ക്സ് ഗിവിങ്ങോടെ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് കയറുക. അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. അത് കഴിഞ്ഞ് നമ്മൾ വിശ്വസിക്കുക, ആ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക.
എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം സകല ബുദ്ധിയെയും കഴിയുന്ന ദിവ്യ സമാധാനം നമ്മളെ മൂടുമെന്നാണ് ഈ വചനത്തിൽ പറയുന്നത്, അല്ലേ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന, അതായത് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ദിവ്യ സമാധാനം നമ്മളെ മൂടും, ഒരു പീസ് നമ്മളെ മൂടും. അത് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്. നമ്മുടെ ഹാർട്ടിൽ നിന്നും നമ്മുടെ മൈൻഡിൽ നിന്നുമാണ് ഈ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അതായത് ആങ്സൈറ്റി, ഫിയർ, വൂൺസ്, നമ്മുടെ അകത്തേറ്റ മുറിവ് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പം ആ ഹാർട്ടിനെയും മൈൻഡിനെയും ഗാർഡ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അപ്പോൾ എവിടെയാണോ ഇതിൻ്റെ ഉത്ഭവം, നമ്മുടെ ഹാർട്ടിൽ നിന്നും മൈൻഡിൽ നിന്നുമാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത്. അപ്പം അതിനെ ഗാർഡ് ചെയ്യാനായിട്ട് ദൈവത്തിനാണ് കഴിയുന്നത്. അപ്പം ദൈവത്തിന് നമ്മുടെ ഹാർട്ട്സും നമ്മുടെ മൈൻഡ്സും ഗാർഡ് ചെയ്യാൻ കഴിയുന്ന ദൈവം ദിവ്യ സമാധാനം കൊണ്ട് അതിനെ മൂടും, അതിനെ കാക്കുമെന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. അപ്പം നിങ്ങളും അത് വിശ്വാസത്തോടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിയറും ആങ്സൈറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് ഫിയറും ആങ്സൈറ്റിയും വന്നാലും നിങ്ങൾ ഈ വചനത്തിലേക്ക് നോക്കുക. ഫിലിപ്പീൻസ് 4 മുഴുവൻ ചാപ്റ്റർ വായിക്കുക. അതിനകത്ത് കിടപ്പുണ്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന്. അതായത് വേഴ്സസ് 8 പറയുന്നുണ്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഫിലിപ്പീൻസ് 4:8 പറയുന്നുണ്ട്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? സത്യമായത്, നീതിയായത്, നിർമ്മലമായത്, അങ്ങനെ അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സത്യമായത്? അത് ദൈവത്തിൻ്റെ വചനമാണ്. എന്താണ് നിർമ്മലമായത്? അതും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. സൽകീർത്തിയായത്, രമ്യമായത്, സൽഗുണമായി, ഈ എക്സലൻസ്, ഇതെല്ലാം ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് അവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോൾ ആങ്സൈറ്റി വന്നാലും എപ്പോൾ ഓവർ തിങ്കിങ് വന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പ്രയാസം തോന്നിയാലും നമ്മൾ അപ്പോൾ തന്നെ തിരിച്ചറിയണം, ഇതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏതോ ഒരു ഹേർട്ട് വൂൺസ്, അതിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതേമേ ഐ ഗീവ് മൈ ഹേർട്ട്സ് ആൻഡ് വൂൺസ് ടു യു ഇൻ ടു യുവർ പ്രസൻസ്. ഐ സറണ്ടർ ദാറ്റ് ടു യുവർ ഹാൻഡ്സ് ആൻഡ് യു പ്ലീസ് ഹീൽ മീ ഫ്രം ദാറ്റ്. And I want to think about the word of God. I want to think about what is true, what is genuine, what is blameless, what is സൽകീർത്തിയായത്. ഇതെല്ലാം യേശുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പം ആ വചനം എന്നെ നിറയ്ക്കണമേ, ഈ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ആങ്സൈറ്റിയിൽ നിന്ന് വിടുതൽ കിട്ടും. അപ്പോൾ ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു എവരിവൺ.